5 വീടുണ്ടായിനി. അതിൽ ഒരു വീട് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ഒക്കെ കംപ്ലീറ്റ് 4 വീടും പോയി, 1.5 ഏക്കർ കാപ്പിത്തോട്ടം പോയി. ഇങ്ങനെ 15 ലക്ഷം റുപ്യേൻ്റെ ഏലം ഉണ്ടായിനി. അത് കംപ്ലീറ്റ് കുത്തി വെച്ച് ഒരു മണി പോലും കിട്ടിയില്ല. പുത്തുമല ദുരന്തബാധിതരുടെ വീട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നമ്മളോടൊപ്പം ബീരാനിക്കാൻ്റെ വീട്ടിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു പൊട്ട് ആ ചുമരിന് വെള്ളമിറങ്ങി അവിടെ വലിയ രീതിയിലുള്ള വലിയ വിള്ളലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ വിള്ളൽ ഇപ്പോൾ ഇതുവഴി താഴേക്ക് ഇറങ്ങി ടൈലുൾപ്പെടെ പൊട്ടിയിരിക്കുന്ന അവസ്ഥ. ഈ തറയിലുൾപ്പെടെ ആ വിള്ളലിൻ്റെ ഒരു പ്രതിധ്വനി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് അവിടുന്ന് പൊട്ടി ഇങ്ങനെ ഇതുവഴി ഈ ചുമര് വഴി ഇങ്ങനെ വന്നിട്ടാണ് ഇവിടെ ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ വിള്ളൽ വലിയ പൊട്ടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ചുമരിൻ്റെ ഈ സൈഡിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് പോലെ വെള്ളം ധാരാളമായി ഇറങ്ങുന്നുമുണ്ട്. അപ്പോൾ ഏതായാലും വലിയ രീതിയിൽ ഒരു ഭയത്തോടെ തന്നെയാണ് ഇവരും ഈ വീട്ടിൽ കഴിച്ചു കൂടുന്നത്. ഈ ബിരിയാണിക്ക് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ അതന്നെ സംഭവം. എന്താണ് ഇത് പറഞ്ഞപ്പോൾ പോലെ കുറേ ആൾക്കാർ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആദ്യം ഇവിടെ വന്നത് ഈ ചാനലിൽ പ്രശ്നം ഉണ്ടാക്കി ആൾക്കാർ കൂടിയപ്പോൾ ഈ മലബാർ ബോർഡിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ഇതിവിടെ നിർത്തിയിട്ട് ഇതൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് ഉടനെ ശരിയാക്കുക, മഴ ഒന്ന് വിട്ട് കെട്ടയാറ്. അത് എത്ര കൊല്ലം മുന്നേ ഒരു 3 കഴിഞ്ഞെടുത്തിൽ മഴ ഒന്ന് വിട്ട് കെട്ടങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കാറ്. നമ്മൾ അതിനെപ്പറ്റി ആരോടൊന്നും പിന്നെ ഒന്നും പറഞ്ഞില്ല. അവരെ വാക്കാണല്ലോ നമുക്ക് വലുത്. അവരാണ് ഇപ്പോൾ ഇത് വീട് ഉണ്ടാക്കി തന്നത്. അപ്പോൾ നമ്മൾ ആ വാക്കിൻ്റെ മുകളിൽ നിന്ന്. പക്ഷെ അവർ പിന്നെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ ആൾക്കാരൊക്കെ ചാനലിൽ കയറിയിട്ട് അവരെപ്പറ്റി കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതൊക്കെ മൊത്തത്തിൽ അറിയിച്ചില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്തു തരില്ലെന്ന് ചെറിയ ന്യൂസ് നമുക്ക് കിട്ടി. പിന്നെ അവരിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ കൊല്ലത്തിൽ ഇതേമാതിരിക്ക് നമ്മളെ മറ്റേ ആഗസ്റ്റ് 8-ന് ചാനലിൽ വരും, എടുത്തിട്ട് പോകും, നമ്മൾ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓല് പോകും. വേറെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് സിദ്ദീഖ് സാർ ഇവിടെ വന്ന് മൂപ്പര് വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ അവിടെ വന്നിട്ട് കെട്ടിയൊക്കെ പിടിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഉടനെ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. പുള്ളിക്കാരനും കാണില്ല. മൂപ്പര് മന്ത്രിയാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്നും കിട്ടൂലല്ലോ, അതുകൊണ്ട് അങ്ങനെ നിർത്തിക്കുകയാണ്. ഇത് ഒന്ന് വേറെ സങ്കടം. ഇതൊന്ന് നമുക്ക് ചെയ്തു തരികയാണെച്ചാൽ ഈ വാർപ്പ് ചെയ്തു തരികയാണെച്ചാൽ ഒരു ഉപകാരമായിരുന്നു. പുത്തുമലയിലെ ദുരന്തത്തിൽ മൊത്ത സ്ഥലമൊക്കെ എത്ര പോയതാണ്. 5 വീടുണ്ടായിനി. അതിൽ ഒരു വീട് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ ഒക്കെ കംപ്ലീറ്റ് 4 വീടും പോയി, 1.5 ഏക്കർ കാപ്പിത്തോട്ടം പോയി. ഏലത്തോട്ടവും കാപ്പിയും മുളകൊക്കെ അതിലുണ്ടായിനി, അതൊക്കെ പോയി. പക്ഷെ അത് ആ കൊല്ലം കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു 10-15 ലക്ഷം റുപ്യൻ്റെ ചുരുങ്ങിയത് കിട്ടോ, ചുരുങ്ങിയത് 15 ലക്ഷം റുപ്യൻ്റെ ഏലം ഉണ്ടായിനി. അത് കംപ്ലീറ്റ് കുത്തി വെച്ച് ഒരു മണി പോലും കിട്ടിയില്ല. ആ പെരുന്നാൾ അടുപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ ഉണ്ടായത് ഒരു പായസത്തിലൊരു മണിയിടാൻ നമുക്ക് കിട്ടിയില്ല, മൊത്തം പോയി. അങ്ങനത്തെ വിഷമത്തിലിരിക്കുക. മക്കളാണെച്ചാൽ ഇല്ല പണിയൊക്കെ ഓലും പോയി, ഓല് സുഖമായിട്ടിപ്പോൾ ഓരോ വീട്ടിലിരിക്കുക. സർക്കാർ എത്ര പൈസ തന്നത്? സർക്കാർ 4 ലക്ഷം റുപ്യാണ് നമുക്ക് തന്നത്. പിന്നെ അപ്പോൾ ഒന്ന് വീടിനാണെന്നും പറഞ്ഞില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വീടിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കടലാസൊക്കെ വന്ന്. അപ്പോൾ ഇത് പകുതിയാളൊക്കെ ഈ പൈസ 1ഉം 2ഉം ഒക്കെ ആയിട്ട് തീർന്നു നിൽക്കണം. പിന്നെ അതിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലത്തൊക്കെ അവിടെ നിന്നൊക്കെ ബാങ്കിൽ പോയിട്ട് മറ്റേ പണ്ടം വെച്ചിട്ടൊക്കെയാണ് അതിക്ക് ആ 1 ലക്ഷം റുപ്യ കൂട്ടിയത്. അതിൽ 1 ലക്ഷം റുപ്യ എടുത്തിട്ട് നമ്മൾ ചിലവാക്കി. വേറെ പണിയൊന്നുമില്ലല്ലോ. മക്കൾ ഇവിടെ ഉണ്ടാകുമ്പോൾ പട്ടിണി ഇടാൻ പറ്റുമോ? സ്കൂൾ പോണ കുട്ടികളാണ്, ചെറിയ മക്കളൊക്കെ എല്ലാമാണ്. അതുപോലെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. എല്ലാ വഴി മുട്ടിയില്ല. നമ്മളെ വരുമാനം എല്ലാം നിന്ന്. പിന്നെ മാസം ഈ വാടക കൊടുക്കുകയിനി. ഇത് കയറി നിൽക്കോളം വാടക കൊടുത്തുകൊണ്ട് നമ്മളെ കയ്യിൽ എടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കുകയിനി. മുമ്പ് വാടകയിലേനി. അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഇതിൽ നിന്ന് കൊടുക്കും. ഈ 4 വാടക നമ്മളെ കൊടുത്തിന്. ആദ്യം സർക്കാർ സാധ്യത എന്ന് പറഞ്ഞാൽ മുൻ പ്രസിഡന്റ് ഉണ്ടായി മേപ്പാടി പഞ്ചായത്തിൽ. പുള്ളിക്കാരിൽ ഏതോ സംഘടന കയ്യും കാലൊക്കെ പിടിച്ചിട്ട് ഒരു 3 മാസം ഒരു 3000 റുപ്യ വെച്ചിട്ട് നമുക്ക് തന്ന്. പിന്നെ അത് നിന്നില്ലേ. അപ്പോൾ പിന്നെ ഒന്നും കിട്ടിയതുമില്ല. പിന്നെ നമ്മൾ അങ്ങോട്ട് 6 ലക്ഷം റുപ്യ കൊടുത്തിട്ട് വാടക കൊടുത്തിട്ട് അവിടെ 6000 റുപ്യ കൊടുത്തിട്ട് അങ്ങോട്ട് നിൽക്കുകയാണ്. ഈ 4 ലക്ഷത്തിന് പുറമെ വേറെ എന്തെങ്കിലും സഹായം സർക്കാരിന് തരാൻ അങ്ങനത്തെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നോ? അത് സർക്കാർ വാഗ്ദാനം ഒന്നും നമ്മളോട് ചെയ്തിട്ടില്ല. 4 ലക്ഷം രൂപ മാത്രമേ
അത് ഈ വീട് പണിക്ക് എടുത്ത് അത് നമ്മളെ കയ്യിൽ വെച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിച്ചത് 4 ലക്ഷം തൽക്കാല സഹായം പിന്നീട് വീട് പണിയെ വേറെ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചത് അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണേ. പക്ഷേ ഞമ്മക്കൊന്നുമില്ല. ഓരോ മറ്റേ മുണ്ടക്കൈക്കാർക്ക് ചൂരമലക്കാർക്ക് ഈ പറഞ്ഞ നല്ല പൈസയാണ് ഇപ്പോഴും കിട്ടണേ. ഇപ്പം ഈ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഓലെന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ എഴുതി തള്ളെന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ലോണിൻ്റെ പ്രശ്നമാണ്. 2 ലക്ഷം റുപ്യ ഓരോ അക്കൗണ്ടിലൊക്കെ ഇപ്പോൾ കയറി. ഞമ്മക്കൊന്നുമില്ല. ഓർക്ക് മാസം 6,000 റുപ്യ 18 റുപ്യ വേറെ, പിന്നെ മറ്റേ മാവേലി സ്റ്റോറിൽ ഒരു 1,000 റുപ്യൻ്റെ കൂപ്പൻ ഇതൊക്കെ കൊടുത്തോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. അതേമാതിരിക്ക് തന്നെയല്ല ഇപ്പോൾ നമ്മൾ ഈ പുത്തുമലക്കാർ ഇതിൽ പെട്ടത്. അവർക്കൊന്നുമില്ല. ഈ 4 ലക്ഷം റുപ്യ തന്നത് അത് ഈ വീട് പണിക്കാണ്ടായ കൊടുത്തും ചെയ്തു. നമ്മൾ വിചാരിച്ചത് അക്കൗണ്ടിൽ നമ്മളെ ചാടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കഴിക്കാനെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഓരോ ഭയങ്കര കടം ഇവരെ എഴുതി തള്ളി. നമുക്ക് അതുമില്ല. അപ്പം 2-3-4 മാസം മുന്നേ ചൂരമല അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലായി. അവിടെ ഞങ്ങളൊക്കെ വിളിച്ചു, അവയും വിളിച്ചു, എന്തോ ഒരു കടങ്ങൾ എഴുതി തള്ളാൻ വേണ്ടി. ഇന്ന് വരെ അതിൻ്റെ അഡ്രസ്സ് നമ്മളെ പേരും നമ്പറും ഒക്കെ എഴുതിയെടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഇന്ന് വരെ നമ്മളതില്ല. അത് തന്നെയാണ്. അതായത് ഈ ഇത്തരത്തിൽ വീട് തകർന്നിട്ടുണ്ട്, ചോർച്ചയുണ്ട് വലിയ രീതിയിൽ. ഇതിൻ്റെ ഈ റൂമിൻ്റെ അകത്തേക്കും ഇത്തരത്തിൽ വെള്ളം കിനിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ചില വിണ്ട് കീറിയ ഒരു ആ ദൃശ്യങ്ങൾ നമുക്ക് അവിടെ കാണാം. ഇവിടെ വലിയ രീതിയിലുള്ള പൊട്ടലുണ്ട്. ഈ കോർണറിൽ വലിയ രീതിയിൽ തന്നെ പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതാ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ പറ്റും. വെള്ളം ഇപ്പോൾ ഈ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ സൈഡിലും ഒരു ചെറിയ രീതിയിലുള്ള പൊട്ടലുണ്ട്. അങ്ങനെ വലിയ ഒരു ഏക്കർ കണക്കിന് സ്ഥലങ്ങളും വീടുകളും ഉണ്ടായിരുന്ന ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ 7 സെൻറ്റ് ഭൂമിയിൽ സർക്കാർ വെറും 4 ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് നൽകിയത്. അതായത് ഈ 7 സെൻറ്റ് ഭൂമിയിലെ ഈ വീടും സുരക്ഷിതമായി താമസിക്കാം, ഇനിയുള്ള ജീവിതമെങ്കിലും സുരക്ഷിതമായി താമസിക്കാം എന്ന് കരുതി ഈ ഭൂമിയിലേക്ക് വന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീടുകൾ ചോരുന്നു, പൊട്ടലുണ്ട്. ഏത് നിമിഷവും തകരാറാകുന്ന ഒരു ഭയത്തോടെ തന്നെയാണ് ഇവർ ഇവിടെ ഈ കഴിയുന്നതെന്ന് തന്നെയാണ് ഇവർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1, വയനാട്.